നമ്മളെപ്പോഴും മമ്മൂട്ടി ജയിക്കണം അല്ലെങ്കിൽ മോഹൻലാൽ ജയിക്കണം, കാരണം അതൊരു ഇപ്പം ജീവൻ നന്മയുടെ ജയിക്കണം പ്രതീകമാണ്. അങ്ങനെ തന്നെയാണ്. കാരണം പേഴ്സ്പെക്റ്റീവ്ലി അങ്ങനെ തന്നെ ആവട്ടെ. ഒരു ബിൽഡിങ് ജീവൻ ആവണം എന്നുണ്ടെങ്കിൽ, അത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിഫിക്കേഷൻ വേണം, സർവീസസ് സർവീസസ് ഐറ്റംസ് വേണം, മറ്റു CCTV പോലുള്ള സ്മാർട്ടാക്കാനുള്ള ELVs ELV ലോ വോൾട്ടേജ് ഐറ്റംസ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ വേണ്ടി വരും. അതിരിൽ നിന്ന് ബൗണ്ടറിയിൽ നിന്ന് ഒരു 1.5 മീറ്റർ സംതിങ് എക്സ് എന്ന ക്ലിയറൻസ് വിടേണ്ടതായിട്ടുണ്ട്. ബേസിക് ആയിട്ട്. വെൽക്കം ബാക്ക് ടു DND ഇൻ പെർസ്പെക്റ്റീവ്. ഞാൻ അഫ്സൽ ബാബു. ഞാൻ അബ്ദുൽ ലത്തീഫ്. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നിരവധി പ്രോജക്റ്റുകൾ, അത് കൊമേഴ്ഷ്യലാവാം, മെയിൻലി കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് ഉണ്ടാവുക. അത് നല്ല വിഷണറി കൺസെപ്റ്റും നല്ല തോട്ട് പ്രോസസ്സും എല്ലാം ആയിട്ട് മുന്നോട്ട് പോകും. നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകും. പക്ഷേ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് അത് സ്റ്റക്കാവാണ് ചെയ്യുന്നത്. സ്റ്റക്ക് ഇൻ ദ സെൻസ് ഓഫ് അതോറിറ്റി ഇഷ്യൂസാണ് മെയിൻലി പറയാറ്. പഞ്ചായത്തിൽ നിന്ന് പേപ്പർ അവിടെ മുടങ്ങി, ഇവിടെ മുടങ്ങി. അപ്പോൾ അങ്ങനെ മുടങ്ങുന്ന സമയത്ത് ആൾറെഡി വില്ലൻ കഥാപാത്രത്തിലാണ് ജനങ്ങൾ കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സർക്കാർ നിയമങ്ങളാണ് കാണുന്നത്. അപ്പോൾ നിയമക്കുരുക്ക് പെട്ടത് എന്ന് പറഞ്ഞാൽ, നിയമക്കുരുക്കിലാണ് പെട്ടത് എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ആകെ കാണുന്നത്. കാരണം ഒരു ജോൺ പ്രകാശും ഉണ്ട്, നമ്മളെ നല്ല നടനായിട്ടുള്ള ഒരു മമ്മൂട്ടി ഉണ്ട് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരു അടി നടന്നു. സ്വാഭാവികമായിട്ടൊരു കുറ്റക്കാരൻ ജോൺ പ്രകാശൻ വില്ലനായിരിക്കും. നമ്മളെപ്പോഴും മമ്മൂട്ടി ജയിക്കണം അല്ലെങ്കിൽ മോഹൻലാൽ ജയിക്കണം. കാരണം അതൊരു നന്മയുടെ പ്രതീകമാണ്. അങ്ങനെ തന്നെയാണ്. കാരണം പേഴ്സ്പെക്റ്റീവ്ലി അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ഞാൻ. രണ്ടുപേരും നല്ല രീതിയിൽ വരട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ഇമേജ് ഉണ്ട്. യെസ്, നമ്മളൊരു മുൻധാരണ അതങ്ങനെയാണ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേക്കാണ്ട് പഴിചാരി ആ കസ്റ്റമർ ശരിക്ക് ഇപ്പോൾ നമ്മൾ പറയും ഇവിടെ ഇപ്പോൾ ഒരുപാട് നമ്മൾ വിദേശത്തുള്ള കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊജക്റ്റ് പറയും നാട്ടിലൊന്നും തുടങ്ങാൻ കഴിയില്ല, ഭയങ്കര നിയമക്കുരുക്കാണ്, അവിടുത്തെ പ്രശ്നങ്ങൾ കീറാമുട്ടി എന്ന് പറയില്ല നമ്മൾ, ഹാർട്ട് ടു ബ്രേക്ക് എന്ന രീതിയിലാണ് പറയും. അപ്പോൾ നമുക്ക് ദുബായിൽ നമ്മൾ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും റൂളിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇവിടത്തിനേക്കാളും ഒരു പക്ഷേ രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ റൂൾ സ്ട്രിക്ട്നെസ് എല്ലായിടത്തും ഉണ്ട്. ബിഫോർ സ്റ്റാർട്ടിങ് മേ ബി സം കൈൻഡ് ഓഫ് വേരിയേഷൻസ് ഉണ്ടാവാം. പക്ഷേ എന്താണ് ശരിക്കും ആ പ്രോജക്റ്റിൽ സംഭവിച്ചു പോയിട്ടുള്ളത്? ഇതിൽ ആരാണ് ശരിക്ക് വില്ലൻ? ഇങ്ങനെ ഒരുപാട് പ്രോജക്ട്സ്, ഇപ്പോൾ റിസോർട്ട് പ്രോജക്ട്സ് ഒക്കെ നോക്കുമ്പോൾ പുറത്തോ എല്ലായിടത്തും റൂളുണ്ട്, നിയമമുണ്ട്. പക്ഷേ അവരിത് തുടങ്ങുന്നതിൻ്റെ മുന്നേ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തുടങ്ങി പാതി നിന്നിട്ടാണ് ഇവർ അതൊക്കെ നമുക്ക് ശരിയാക്കാം, നമുക്ക് അതിനുള്ള ആൾക്കാരുണ്ട്, അത് അങ്ങനെയുള്ള ഒരു ആൾക്കാരുള്ളത് അത് അവരൊരു നമ്മൾ ഫേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ നമ്മളെ ആളുണ്ട്. അവിടുത്തെ റൂളാണ്. അത് ആദ്യം എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് അവിടെ തുടങ്ങിയേ ഉള്ളൂ. അത് എവിടെയാണെങ്കിലും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് തുടങ്ങുക. ഈ കൺസൾട്ടൻറ്റിനെ മാറ്റി സ്വന്തമായിട്ട് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അങ്ങോട്ട് ഓണർ ഏറ്റെടുക്കുന്ന പോലെ അത് പണിക്കാരെ വിളിച്ച് നമുക്ക് അങ്ങോട്ട് ചെയ്യിപ്പിക്കുക. പ്ലാനും കെയർലെസ് ആയിട്ടാണ് ക്രിട്ടിക്കൽ സ്പേസ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോൾ DNEയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതിയ ഫ്രഷ് പ്രൊജക്റ്റിനെക്കാട്ടും കൂടുതൽ നമുക്ക് വരുന്ന എൻക്വയറി വരുന്നത് പാതി നിന്ന് പോയ പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ്. ചെന്ന് നോക്കുമ്പോൾ വലിയ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, വലിയ ലാൻഡായിരിക്കും, ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ടാവാം. ഒത്തിരി പ്രൊജക്റ്റ് പാതി നിന്ന് പോയത് ആക്സസ് വിഡ്ത്തോണ്ടുള്ള പ്രശ്നം. ആക്സസ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ആ റോഡ് വീതിക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ ചിലപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് വലുതാക്കാൻ വേണ്ടി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടി അവരുടെ അടുത്ത് വലിയ ലാൻഡ് ഉണ്ടാവാം. പക്ഷേ അങ്ങോട്ടുള്ള റോഡിൻ്റെ വീതിയുടെ ഒരു വീതിക്കനുസരിച്ചാണ് അടുത്തവർക്ക് ഡെവലപ്മെൻറ്റ് പറ്റുള്ളൂ. ഒക്യുപ്പൻസിക്ക് അനുസരിച്ച് റൂള് ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ് കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ അതിൽ അറിയാഞ്ഞിട്ടായിരിക്കും. ഇത് അറിയാഞ്ഞിട്ടായിരിക്കും എന്ന് പറയാൻ കാര്യമില്ല. ഇതിൽ ഒരു പ്രോപ്പർ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ അത്ര ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ കൺസൾട്ടന്റ് നമ്മൾ എങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്നു അതും ഒരു ഫാക്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ഇത്രേ കാണുന്നത്, ഇപ്പോൾ 3 times ഇത്ര വർഷത്തിലാവാം. പിന്നെ അത് ഡെവലപ്പ് അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ സ്വിച്ച് ചെയ്യേണ്ട അവസ്ഥ. ആക്സസ് എടുത്തുകൊണ്ട് മാത്രം പാതി നിന്ന് പോയ ഒത്തിരി പ്രൊജക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റാത്ത ഒത്തിരി പ്രൊജക്റ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ആക്സസ് എടുത്ത് വലിയ ഘടകമാണ്. ഒരു അപകടം വന്നാൽ അല്ലെങ്കിൽ ഇത്രയും ക്രൗഡ് അങ്ങോട്ട് വരുമ്പോൾ റോഡിൻ്റെ വീതി കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഏരിയക്ക് അനുസരിച്ചല്ല റോഡ് വീതി എന്നുണ്ടെങ്കിൽ, റോഡ് വീതിയിൽ ഓണർക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. സ്വന്തമായിട്ട് അവർ സ്ഥലം എടുത്താലും അത് പഞ്ചായത്ത് രേഖയിലോട്ട് വരില്ല. ഇപ്പോൾ ചില പ്രോജക്റ്റ്, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു പ്രോജക്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പിന്നെ പ്ലോട്ടിൻ്റെ ഡയമെൻഷൻ അവർ പറഞ്ഞ അത്രയും വോളിയം ഓഫ് ഒരു പിന്നെ ഫാക്ടറീസ് ഐ മീൻ മേയ്ക്കാനുള്ള സ്ഥലം അതുണ്ട്, കവറേജ് കറക്റ്റാണ്. പക്ഷേ ഒരു പോയിന്റിൽ സ്റ്റക്കായി. ഇപ്പം നേരത്തെ പറഞ്ഞ റോഡ് റോഡ് ആക്സസ്. വീതി, ആ റോഡ് വീതി ചിലപ്പോൾ നമുക്ക് വീതി കൂട്ടാൻ പറ്റില്ല. അതേപോലെ തന്നെ പവർ ലോഡ്, ഇനി നമ്മൾ പക്ഷെ അവർ എടുത്തതിന് ശേഷമാണ്, കാരണം ഒരു പ്ലോട്ട് ആൾറെഡി അവർ പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് കൺസൾട്ടന്റ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആണ്. അപ്പോൾ ശരിക്കും ശരിക്കും നമ്മൾ ഒരു കൺസൾട്ടന്റ് ഏത് ഫേസിൽ വരണം? ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അവരത് പണി തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളടുത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അത്രയും ഇൻവെസ്റ്റ് അവർക്ക് വേസ്റ്റാണ്. പക്ഷെ ആ പ്ലോട്ട് എടുക്കണ മുന്നേ തന്നെ, കാരണം എനിക്ക് ഇതുപോലൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്, ഒരു ഫാക്ടറിയാണ്, ഇൻഡസ്ട്രിയാണ്, ഞാൻ ലാൻഡ് അക്വിസിഷൻ തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ വരെ നമ്മൾ കൺസൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? അതാണ് ബിഫോർ സ്റ്റാർട്ട്. അപ്പോഴെങ്കിലും നമ്മൾ ബിഫോർ പർച്ചേസിങ് ദ ലാൻഡ് ഇവരെ സ്ഥലം കാണിക്കാനാണ് നമ്മളെ കൺസൾട്ടൻറ്റിനെ കൊണ്ടുപോവാറ്. അപ്പോൾ ഇതിൽ എനിക്ക് ഈ പ്രൊജക്റ്റ് വേണമെന്ന് അവരിങ്ങോട്ട് പറയാം. അതിലോട്ട് ആ പ്രൊജക്റ്റ് പറ്റുമോ, ഇനി റോഡ് വീതി, ഇനി പവർ ലോഡ്, അത്രയും പവർ ലോഡ് അവിടെ സബ്സ്റ്റേഷനിൽ തരാണ്ടോന്ന് അറിയില്ല ചില പ്രൊജക്റ്റുകൾക്ക്. ഇനി നമ്മൾ അടുത്തത് പവർ ലോഡ്, ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് പറയണം. ഇതൊക്കെ ഇവിടെ നാട്ടിലത്തെ ഒരു നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് കറണ്ട് വലിക്കൽ, പവർ ലോഡ് നമ്മൾ ചോദിക്കൽ. കറക്റ്റാണ്. അവർക്ക് എങ്ങനെയൊക്കെയോ കുറേ പ്രോജക്റ്റ് സർവേ പോയിട്ടുണ്ട്. അതെന്തൊക്കെയോ വലിയ ട്രബിൾ ഷൂട്ട് എന്തോ ഭാഗ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തോ ഭാഗ്യത്തിൻ്റെ പുറത്ത് ആയിട്ടുണ്ടാവാം. എന്തൊരു പ്രൊജക്റ്റും തുടങ്ങുന്നതിൻ്റെ മുന്നേ ലാൻഡ് ഇതിനത് സ്യൂട്ടാണോ എന്നുള്ളത്, ആ പഞ്ചായത്തിൽ അത് നടക്കുമോ, അല്ലെങ്കിൽ ആ സബ്സ്റ്റേഷനിൽ ഇത്രയും പവർ തരാനുണ്ടോ. ഇപ്പോൾ കംഫർട്ട് കണ്ടീഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ലോഡ് പോവേണ്ടത്. അപ്പോൾ ഒന്ന് AC, ആ ഒരു കംഫർട്ട്, എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ടാവാം. ചിലപ്പോൾ ഇനി ഫാക്ടറികളാണെങ്കിൽ അതിൽ വലിയ ഹെവി ലോഡ് എടുക്കുന്ന മെഷീൻ ഉണ്ടാവാം. അങ്ങോട്ട് ചിലപ്പം കറണ്ട് എത്തിക്കാൻ തന്നെ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ നല്ലൊരു ശതമാനമാവും. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ സാധ്യതയോ ഇല്ലാതെ അങ്ങോട്ട് എടുത്ത് ചാടിയിട്ട് അവർക്ക് മുന്നേ നടത്തിയ പരിചയത്തിൻ്റെ പുറത്ത് നിർമ്മാണത്തിൽ അവർ ഇടപെടും. നമുക്കറിയാം എന്തൊക്കെ. ഇപ്പോൾ ഞങ്ങളിത് ഓൾറെഡി ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ട്, കുറേ കേസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിൽഡിംഗ് റൂളിൽ ഇവർ സീറോ. പക്ഷേ ഈ ബിൽഡിംഗ് റൂളിൽ ഇവർ ബൈപ്പാസ് ചെയ്യാനുള്ളൊരു കാരണം, അവർക്ക് ആ ഒരു ധൈര്യം കൊടുക്കാനുള്ളൊരു ഫാക്ട് നമ്മൾ ശരിക്ക് ലോക്കലി പ്രാക്ടീസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പരമായിട്ട് ജനറലൈസ് ചെയ്ത് പറയല്ല, ലോക്കലി ഉള്ള ആളുകൾ അവരെ ശരിക്ക് അതിലേക്ക് ഫോഴ്സ് ചെയ്യുന്നില്ല. കുറേ പേര് അത് ചെയ്യുന്നത്. അത് നമുക്ക് ശരിയാക്കാം, നിങ്ങൾ തുടങ്ങിക്കോ, അതൊക്കെ നമ്മളെ ആൾക്കാരാണ് എന്നുള്ള ഒരു വാക്കാലുള്ള ഒരു ധൈര്യത്തിൻ്റെ പുറത്തായിരിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ ആ ഒരു രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല. അതിൻ്റെ പുറത്ത് തുടങ്ങി ട്രാപ്പായി വലിയ ഇൻവെസ്റ്റ് ഡെഡായി പിന്നെ നാടിനെ പഴി പറയും. എന്ത് ശരിക്കും പിന്നെ ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു കസ്റ്റമറെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഈവൻ ഇപ്പോൾ പ്ലാനും നമ്മൾ ഒരു അതോറിറ്റിയിൽ ഒരു സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലതാമസം ഒരു യാഥാർത്ഥ്യമില്ലേ? ഇല്ല, ഇപ്പോഴത്തെ കാര്യത്തിൽ അങ്ങനത്തെ കാലതാമസം പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു പ്രോപ്പർ കൺസൾട്ടൻറ്റിനെ, നമ്മളെന്നല്ല ഏത് കൺസൾട്ടൻറ്റിനെ കണ്ടാലും ഇതിൽ നോളജുള്ള, അതായത് ഇപ്പോൾ ഡോക്ടറിനെ അതിനനുസരിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതിനിപ്പോൾ സ്മാർട്ട്, ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റിലൊക്കെ നിങ്ങൾ തുടങ്ങിക്കോ എന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ബിൽഡിംഗ് റൂള് മറ്റ് ഒരു നിയമത്തിലും വയലേഷൻ ചെയ്യരുത്, തുടങ്ങാനൊരു തടസ്സമില്ല. അപ്പോൾ ആ ഷിഫ്റ്റ് എന്ന സാധനം വലിയ, ഇപ്പോൾ സർക്കാർ നമുക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ് ഷിഫ്റ്റ്. വ്യവസായങ്ങൾ ഇവിടെ ഉള്ള തുടങ്ങാൻ വേണ്ടിയിട്ട്. മറ്റേത് ഇതൊക്കെ കഴിഞ്ഞിട്ടേ തുടങ്ങാവൂന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു റിസ്ക് ഉണ്ട്, ഇത്ര വർഷം കഴിഞ്ഞാൽ നിയമം ഞങ്ങൾ നോക്കാൻ വന്നിട്ട് അത് ഓക്കെ. അപ്പോൾ നമ്മൾ നിയമം അറിയുന്ന ബിൽഡിംഗ് റൂള് മാത്രമല്ല, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഫയറിൻ്റെ റൂളുകൾ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റൂളുകൾ, ഇത്രയും റൂളുകളൊക്കെ ഒരു ധാരണയുള്ള ബേസിക്കെങ്കിലും ഒരു പെരിഫറിയെങ്കിലും കഴിഞ്ഞിട്ട് ഓക്കെ ഇത് വയബിളാണ് ഇതിന് എന്നറിഞ്ഞിട്ട് തന്നെ അതിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഷിഫ്റ്റ് വഴി എടുത്തിട്ട് പെർമിറ്റ് എടുത്തിട്ട് വെറും ആധാർ കാർഡ് നമ്പർ മതി, ഒരു പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞോടുകൂടി നമുക്കിത് തുടങ്ങാം, അത് ഉടനെ തുടങ്ങാം. പക്ഷേ നമ്മളെ ഈ ഒരു റൂള് എല്ലാം പാലിച്ചിട്ടില്ല എന്നുള്ളൊരു ടു സ്റ്റേറ്റ് ദാറ്റ് ഇതെല്ലാം കറക്റ്റാണ്, നമ്മൾ പാലിച്ചിട്ട് ഉറപ്പാണെങ്കിൽ തുടങ്ങിക്കോളൂ എന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആണ്. ചെറിയ കാര്യം, അവരത് വലിയ ഏക്കറുകൾ ഉണ്ടാവാം, പക്ഷേ റോഡ് വീതി കുറഞ്ഞു, വലിയ വയലേഷനാണ്. പിന്നെ ഭാവിയിലുള്ള ഡെവലപ്മെൻറ്റ് നടക്കില്ല. ഇപ്പോൾ തുടങ്ങിയാൽ തന്നെ ഇപ്പം തന്നെ നമ്പർ കിട്ടില്ല. അപ്പോൾ റോഡ് വീതിക്കനുസരിച്ചാണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നമ്മളെ എന്താ പറയുക വ്യൂവേഴ്സിനൊരു കൂടുതൽ എക്സാമ്പിൾസ് വെച്ച് കൊടുക്കുകയാണ്. മുന്നേ നമ്മൾ ചെയ്ത 1-2 കേസ് സ്റ്റഡീസ്, അപ്പോൾ ആദ്യം നിന്ന് പോയ 1-2 പ്രോജക്ട്സ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എന്താണ് അതിലേക്ക് ആ പാതി നിന്ന് പോകാനുള്ള കാരണം? നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്തു? ഒന്ന് ആക്സിസ് വിഡ്ത്ത്, ഒന്നുകിൽ ഏരിയ കുറക്കേണ്ടി വരും. ഇത്ര M² റൂൾ നമ്പർ
നമ്മളെ റൂൾ തന്നെ 28 വളരെ വ്യക്തമായിട്ട് ഓരോ ഒക്യുപ്പൻസിക്ക് അനുസരിച്ചും ഇത്ര M² ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര റോഡ് വീതി വേണമെന്ന് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ആ ഏരിയ കട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു സ്കൂൾ തന്നെ വെക്കാം. അപ്പോൾ സ്കൂളുകളിൽ ഒത്തിരി പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ അന്ന് പെർമിറ്റ് എടുക്കാതെ ഗ്രൗണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവും. സ്കൂൾ സക്സസ് ആയി, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ബിൽഡിംഗ് സക്സസ് ആയി, അതിൻ്റെ മേലൊക്കെ ഉണ്ടാക്കി അതിന് ചിലപ്പം നമ്പർ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്പറും കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ അവരെ റിസ്കിൽ അവർ 2 നില അല്ലെങ്കിൽ 1 നില ഡിമാൻഡിനനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെയാണ് ഇവർ നമ്മളെ അടുത്തേക്ക് റൂളിന് എന്തെങ്കിലും ഒരു ഫിറ്റ്നസ് മറ്റ് കാര്യങ്ങൾക്ക് വരുമ്പോൾ പഞ്ചായത്തേക്ക് രേഖ കൊടുക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ പെർമിറ്റ് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന് കൊടുക്കാൻ നോക്കുമ്പോഴായിരിക്കും എക്സിസ്റ്റിങ് നമ്മളെ ഇതിലുണ്ടാകും. അപ്പോഴായിരിക്കും അതിലോട്ടുള്ള റോഡ് വീതി പ്രശ്നം. ചിലപ്പം വേണ്ട കോണിയുടെ ആക്സസ് വിഡ്ത്തുണ്ട്, ആക്സസ് വിഡ്ത്ത് പ്രോപ്പർ ആവില്ല. ഇത്രയും ഏരിയ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഫയർ വേണ്ടി വരും. അതിന് ടാങ്കിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഫയർ ടാങ്ക് മുതൽ മറ്റ് ഇത്തരം ഒത്തിരി വയലേഷൻസ് അതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി തരും. ലൈവായിട്ട് ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ടാവും അവിടെ. ഇപ്പോൾ റീസെൻ്റായിട്ട് അപകടം ഉണ്ടായി, ഒരു കുട്ടി മരിച്ചു. ഇപ്പോൾ അതിൻ്റെ പിന്നാലെ 7 വരെ ആ ഒരു കേസിൽ ചാർജ് ചെയ്തപ്പെട്ടു. അപ്പോൾ പറയുന്നത് ഇത് ആരാണ് ഈ റിസ്ക് എടുക്കുന്നതെന്നുള്ളതാണ്. നമ്മൾ അനുമതി ഈ ഒരു ഇതങ്ങോട്ട് ചെയ്യുകയാണ് ഒരു ധൈര്യത്തിൻ്റെ പുറത്ത്, പിന്നെ ശരിയാക്കാം എന്നുള്ള ഒരു ഇത്. ഇതിനൊക്കെ ഇവിടെ ലൈസൻസുകളായിട്ടുള്ള ഒത്തിരി പേര് നമ്മളിപ്പോൾ വയലേറ്റ് ചെയ്ത് ലൈസൻസ് ഇല്ലാതെ റോട്ടിലൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും പറയാണ് കുഴപ്പമില്ല നീ ഓടിച്ചോ, അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം എന്ന് അത് 1 പേഴ്സൺ, ഒരു വണ്ടിയിൽ എത്ര ആളുണ്ടാവും? ഒരു ആ ഒരു ലൈസൻസ് ബസ്സാണെങ്കിൽ അതിലേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഇത് അതിലേറെ റിസ്ക്കാണ്. ഒത്തിരി പേര് ഇരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന അവിടെ ഈ ഒരു പ്രോപ്പർ നമുക്കതൊരു ഭയങ്കര കുടുക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വന്ന റൂളുകളാണ് ഇവരിപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ബിൽഡിംഗ് റോഡിലോട്ടൊക്കെ വന്നിട്ടുള്ളത്. ഇതിൽ ഓരോന്നിലും നമുക്ക് എന്തിനിങ്ങനെയെന്ന് വരെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഇത് ഒരു കോഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇവരൊരു റൂള് ഇന്നത് സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രിക്കോഷൻസ് അതിൻ്റെ ബാക്കിലുണ്ട് ശരിക്കും. അപ്പോൾ നമ്മളത് ജസ്റ്റ് നോക്കുന്നത് ഓൺ ദ പെറിഫറി നോക്കുമ്പോൾ നമുക്ക് സെൻസിബിൾ അല്ല തോന്നാം മേ ബി. പക്ഷെ അതിൻ്റെ ബാക്കിൽ ഒത്തിരി പഴയ ചരിത്രങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിൽ ഇത് ഇന്നലെ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. അപ്പോൾ റൂൾ എന്ന് പറഞ്ഞത് അത് ഫൗണ്ടേഷൻ പോലെ, ഒരു ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ ഉറപ്പ് പോലെ നിയമം ഒരു ഭദ്രമാക്കേണ്ടത് സേഫാണോ അല്ലേ എന്നുള്ളത് നോക്കണം. പിന്നെ ചില പ്രോജക്ട്സിൽ ഈവൻ ബേസിക് ആയിട്ടുള്ള ക്ലിയറൻസ് പോലും പാലിക്കാതെ 1-2 പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്തത്? കാര്യം അതിരിൽ നിന്ന് ബൗണ്ടറിയിൽ നിന്ന് ഒരു 1.5 മീറ്റർ സംതിങ് എക്സ് എന്ന ക്ലിയറൻസ് വിടേണ്ടതായിട്ടുണ്ട് ബേസിക് ആയിട്ട്. ഏതൊരു സ്റ്റാർട്ടിങ് ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ പോലും ഉണ്ടാകേണ്ട ഒരു മിനിമം ക്രൈറ്റീരിയ ആണ്. പിന്നെ ആ സൈഡിലൂടെ പിന്നെ റോഡ് വന്നിട്ടുണ്ടാവാം, തുടങ്ങുമ്പോൾ അത് ഉണ്ടായിട്ടുണ്ടാവില്ല. പെർമിഷൻ കിട്ടാത്തതാണ്. സ്റ്റിൽ അവിടെ ബിൽഡിംഗ് ഇല്ല ആസ് പെർ ഗവൺമെന്റ് റെക്കോർഡ്സ്. ശരിക്കും നമുക്ക് ആ റോട്ടിൽ നിന്നുള്ള അകലം പഞ്ചായത്ത് രേഖയിലുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് തന്നെ സോൾവ് ചെയ്യണം. ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിന് പകരം സ്റ്റീൽ കോമ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഫിറ്റ്നസ് തരേണ്ടത് അവർക്ക് വേണ്ട സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഓക്കെ ഇറ്റ്സ് സേഫ് എന്നുള്ള രീതിയിൽ നമ്മൾ വെറ്റ് ചെയ്ത് കണ്ടതിന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പം ബിൽഡിങ് അരിയേണ്ടി വരും എന്നാണ് പറഞ്ഞത്, പൊളിക്കേണ്ടി വരും എന്നല്ല പറയുന്നത്. സെറ്റ് ബാക്ക് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവരെ റിസ്കിൽ മേലോട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓൾറെഡി നമ്പറും കറണ്ടും ലൈസൻസും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ മേലോട്ടെടുത്താൽ ഈ ഒരു സെറ്റ് ബാക്കിനെ വയലേറ്റ് ചെയ്തു എന്നുള്ളത് അവർക്കറിയില്ല. പിന്നത്തെ വർഷമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഇവർ പോകുമ്പോഴായിരിക്കും ഇതറിയാം. അപ്പോൾ ഓരോന്നിനും പ്രതിവിധികൾ അപ്പുറത്തുണ്ട്. ചിലപ്പോൾ അത് വേദനിപ്പിക്കുന്നതാവാം. വലിയ അപകടങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചെറിയ വേദനിപ്പിക്കുന്നത്. നെല്ലിക്കയുടെ പോലെ ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും. പിന്നെ നമ്മളിപ്പോൾ നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നമ്മൾ കൺസൾട്ടൻസിനെയോ ഫോഴ്സ് ചെയ്തിട്ട്, കാരണം ലീഗൽ സൈഡൊന്നും നിങ്ങൾ നോക്കണ്ട, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങനത്തെ എത്ര സീരിയസ് ആയിട്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലീഗൽ ആസ് എ സിറ്റിസൺ നമ്മൾ റൂള് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർമിഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് മീ സ്റ്റാർട്ട്
അതല്ല ശരിക്കും പെർമിഷൻ എന്ന് വാക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതോറിറ്റി പെർമിഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് സ്റ്റാർട്ട് ഇത്. ചെയ്യട്ടെ. Yes. അപ്പോൾ ഈ ഒരു പ്ലാന് അപേക്ഷ മാത്രമാണ്, അപേക്ഷ request മാത്രമാണ്. ആണ്. യെസ് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിക്കും നമ്മളെ കൺസൾട്ടൻറ്റ്, നമ്മൾ ആരാണോ നമ്മളെ കൺസൾട്ടൻറ്റ്, നമ്മളാവാം അല്ലെങ്കിൽ ഏതോ ഒരു ലൈസൻസി ആവാം. അപ്പോൾ ആസ് എ കസ്റ്റമർ അവരാണ് ഇതിൻ്റെ ഏത് പ്രോജക്റ്റിനെയും ഹയർ അതോറിറ്റി കസ്റ്റമറാണ്. അയാളാണ് വിഷയം കൊണ്ടുവരുന്നത്, അയാളാണ് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ ശരിക്കും എപ്പോഴും ഉറപ്പ് വരുത്തണം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അതോറിറ്റി റൂൾ പ്രകാരം എൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ ഈ ഒരു ആസ് പെർ ഗവൺമെൻറ് റൂൾ പ്രകാരം ഇത് കോമ്പൈലിംഗ് ആണ്, ഐ ഗോട്ട് ദ പെർമിഷൻ, എന്നിട്ട് അത് ചെയ്യാൻ പാടുള്ളൂ. അത് ശരിക്ക് ഉറപ്പ് വരുത്തേണ്ടത് ആ കസ്റ്റമർ തന്നെയാണ്. അത് അതാത് കൺസൾട്ടൻറ്റുമായിട്ട് അയാൾ ചെയ്യേണ്ടതാണ്. അത് ശരിക്കൊരു സിവിൽ സൈഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലിനെ ആധികാരികമായിട്ട് പറയാൻ നമുക്ക് കഴിയില്ല. അതിന് ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് തന്നെ വേണം. പക്ഷേ അതിൻ്റെ റൂളുകൾ, ബേസിക് റൂളുകൾ, ഇത് പണി കഴിഞ്ഞതിന് ശേഷമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിക്ക് തന്നെ സാധനങ്ങൾ കൊടുക്കുക. അതെ. അപ്പോൾ ഇപ്പോൾ പൊല്യൂഷൻ ആണെങ്കിലും ഇനീഷ്യലി ചോദിച്ചില്ലെങ്കിലും ഇത് അതിലോട്ട് വേണമല്ലോ. ഒരു ബിൽഡിങ് ജീവൻ ആവണമെന്നുണ്ടെങ്കിൽ, അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിഫിക്കേഷൻ വേണം, സർവീസസ് ഐറ്റംസ് വേണം, മറ്റു CCTV പോലുള്ള സ്മാർട്ടാക്കാനുള്ള ELV ലോ വോൾട്ടേജ് ഐറ്റംസ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇതിലൊക്കെ ഒരു പെരിഫറി ഡിസ്കഷനെങ്കിലും അതിൻ്റെ എക്സ്പേർട്ടിനായിട്ട് കഴിഞ്ഞ് ആരാണോ പ്രൊജക്റ്റ് കോർഡിനേറ്റർ അല്ലെങ്കിൽ പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്ന ആൾ, അത് അവരതിൽ ഉറപ്പ് വരുത്തേണ്ടത്. ശരിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ ആസ് എ കസ്റ്റമർ ചെയ്യുന്ന പ്രോജക്റ്റുകൾ നമ്മൾ അതാത് ഒരു ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ ആ റൂള് പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തി, അത് ശരിക്കും ഒരാളെ ഒരു കോമൺ ടോക്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഈവൻ ഒരു ഗവൺമെൻറ് അതോറിറ്റി തന്നെ ബൈ മൗത്ത് പറയുന്നതോ ബൈ വേർഡ്സിൽ പറയുന്ന കാര്യം പോലെ അങ്ങനെ ചെയ്യാനും പറ്റൂലല്ലോ. ഗവൺമെന്റ് ആരാണ് പറയാൻ, ആരാണ് ഒരു AE പറഞ്ഞു, അയാളല്ലല്ലോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ആ സാറല്ല ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നോക്കുന്നത്. ഇനി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, അവരല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അവരല്ല ഫയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അല്ല, പഞ്ചായത്തിൽ നമ്മൾ ആളുണ്ട് എന്നാണ് പൊതുവേ നമ്മൾ കേൾക്കുന്ന കോമൺ ക്ലീഷേ ടോക്ക്. അതിനൊക്കെ നമ്മൾ ആളുണ്ട്, നമ്മളെ ആൾക്കാരുണ്ട് എന്നുള്ള ഇവർ നെവർ മൈൻഡ് ആയിട്ടാണ് നമ്മളോട് പറയാറ്. അപ്പോൾ ഇത് വ്യത്യസ്ത അവര് റൂള് മാറാം, ഇത് വരാം. പിന്നെന്താ അവർ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ മാറ്റി പറയുന്നു പറയും. മാറ്റിപ്പോയത് ആ വാക്കല്ല, ഇത് ആ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെങ്കിലും ഒന്ന് എത്തിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രഷർ, ഫൈനൽ പ്രഷർ. അപ്പോൾ ഒരാളെ വാക്കുമല്ല, രേഖ ഒന്ന് ഉറപ്പിക്കുക, ആ രേഖ ഉറപ്പിക്കുക എന്നുള്ളതിനാണ്. പിന്നെ ഇതേപോലെയുള്ള പെരിഫറി കുറച്ച് മീറ്റിങ്ങുകൾ കഴിഞ്ഞ് സംഭവം സേഫാക്കുക എന്നുള്ളതിനാണ്. അതത് ആരൊക്കെയാണ്, ഞാൻ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിനെ കാണണം എന്നുള്ളതെങ്കിലും മിനിമം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഏതൊരു ബിൽഡിങ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന നാട്ടിൽ അത്രത്തോളം സാധ്യത ഉള്ളത് അത് ഇവിടെ അത്രയും സാധ്യതയാണ്. പക്ഷെ അത് പ്രോപ്പറായി ഇൻവെസ്റ്റ് ചെയ്യുക, പ്രോപ്പറായി ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതിനാണ്. ഓക്കെ. അപ്പോൾ റൂൾ പ്രകാരം എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തതിന് ശേഷം ഉറപ്പ് വരുത്തിയിട്ട് അതിൻ്റെ വരുമുരായികളെ കുറിച്ച് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് നമ്മളെ ബിൽഡിങ് അതോറിറ്റിയിൽ പെർമിഷൻ കിട്ടിയിട്ടും എല്ലാം ക്ലിയർ ആയതിൻ്റെ ശേഷം പോവുക. അങ്ങനെയാണ് സമയത്ത് നമുക്ക് ഒരു ഗവൺമെൻറ് സെക്ടർ നമുക്കെതിരെ സിറ്റുവേഷൻ സപ്പോർട്ടീവാണ്. ഇപ്പോൾ സബ്സിഡി പോലുള്ള ഒരുപാട് സപ്പോർട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മാർക്കറ്റിലുണ്ട്. അത് എന്തോ കാരണത്താൽ അതിലേക്ക് കസ്റ്റമർ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നില്ല, അല്ലെങ്കിൽ കൺസൾട്ടൻസ് അതിനെക്കുറിച്ച് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നില്ല. അതല്ലെങ്കിൽ മറ്റു പല വേർഡ് ഓഫ് മൗത്തിൻ്റെ ധൈര്യത്തിൽ അവരങ്ങനെ ഗാംബ്ലിങ്ങിലേക്ക് ഐ റേദർ യൂസ് ദ വേർഡ് ഗാംബ്ലിങ്, അതൊരു ചൂതാട്ടമാണ്, ഭയങ്കര റിസ്ക് എടുക്കണം. അപ്പോൾ അത്ര റിസ്കിലേക്ക് പോകാതിരിക്കുക. സോ പ്രതിബദ്ധതയുള്ള ഒരു സിവിലിയൻസ് ആയിക്കൊണ്ട് നമ്മൾ ഗവൺമെൻറ് റൂൾ പാലിച്ചുകൊണ്ടുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് വരട്ടെ. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. സോ സബ്സ്ക്രൈബ് അവർ ചാനൽ, push the bell button for getting the latest updates and notifications. Thank you.